ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്താ പറയുന്നത്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത് എന്താണ്? നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് എൽ ഓഫ് എഫ് എങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും, അല്ലെങ്കിൽ എൽ ഓഫ് എഫ് ഇതാണ് പറയുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫോമാറ്റിലുള്ള ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ആ ഫാക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആയിരിക്കും. ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 2/s സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. അതുകൊണ്ട് തന്നെ എൽ റേസ് ടു ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടി റേസ് ടു 1 പ്ലസ് 1, സോ 1/t സ്ക്വയർ. അപ്പോൾ ഇത് കിട്ടിയല്ലോ, സോറി എസ്, സോ 1/s സ്ക്വയർ. ഇതിൻ്റെത് കിട്ടി. അപ്പോൾ ഈ ടേം ഓക്കെ ആണ്. അതുകൊണ്ട് 2/s സ്ക്വയർ ആണെന്നുള്ള 2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 1/s സ്ക്വയറിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ടി എന്ന് കിട്ടി. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടി കിട്ടി. ഇനി അടുത്ത ടേം നോക്കാം. 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ. അപ്പോൾ ഈ ഫോം അല്ലേ? എസ് സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണ്? ടി ആണ്. അതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് 2s ആണുള്ളത്. അപ്പോൾ എയുടെ പ്ലേസിൽ 2 ആണുള്ളത്. അതുകൊണ്ട് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ഈ ഫോമിലാണുള്ളത്. അവിടെ എയുടെ പ്ലേസിൽ 2 ആണുള്ളത്. എഫ് ഓഫ് എസിൻ്റെ പ്ലേസിൽ 1/s സ്ക്വയർ ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നാണ്? ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അതായത് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? T2 അല്ലേ? അപ്പോൾ ഇത് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ്. അതേപോലെ തന്നെ അടുത്ത ടേം എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് അല്ലേ? അതായത് എയുടെ പ്ലേസിൽ 2 ഉണ്ട്. എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തല്ലേ? 1/s ആണ്. ഇത് 1/s എന്ന് പറയുന്നത് ഏതിൻ്റെ ട്രാൻസ്ഫോമാണ്? 1ൻ്റെ ട്രാൻസ്ഫോമാണ്. അപ്പോൾ ഇതെന്തായി? ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു 1/s എന്ന് എഴുതാം. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ 1 ആണ്. ടി ഉണ്ടെങ്കിലാണ് ടി മൈനസ് 2 എഴുതേണ്ടത്. ഇവിടെ 1 ആണെന്നുള്ളത്. സോ 1 എന്ന് വരും ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 വരും. സോ ഇ റേസ് ടു മൈനസ് 2s ബൈ എസിൻ്റെത് യു ഓഫ് ടി മൈനസ് 2 കിട്ടി. അടുത്ത ടേം എന്താണ്? ഇതിൻ്റെ കണ്ടുപിടിച്ചു, ഇതിൻ്റെ കണ്ടുപിടിച്ചു, ഇതിൻ്റെ കണ്ടുപിടിച്ചു. അടുത്തത് ഇതിൻ്റെ ആണ്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഏതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്? എൽ ഓഫ് കോസ് ടി അല്ലേ? എൽ ഓഫ് കോസ് ടി ആണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരുന്നത്. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് ടി മൈനസ് എ. അപ്പോൾ കോസ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഇ റേസ് യു ഓഫ് ടി മൈനസ് എ. അതായത് എയുടെ പ്ലേസിൽ ഇവിടെ ആരുള്ളത്? പൈ ആണുള്ളത്. സോ കോസ് ഓഫ്
ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് കിട്ടി. അപ്പോൾ ഓരോൻ്റെയും കിട്ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 1/s² ആണെന്നുള്ളത് 1/s² ആണ് ടി. അപ്പോൾ ഇതെന്ത് കിട്ടി? 2t വന്നു മൈനസ് ഈ ടേമിൻ്റെ ആണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. എന്താണ്? ഇതാണ്. അപ്പോൾ 2 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അടുത്തത് മൈനസ് 4 ഇൻറ്റു എന്നിട്ട് എന്താ വരുന്നത് നമുക്ക്? യു ഓഫ് ടി മൈനസ് 2 പ്ലസ് കോസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇതിൽ രണ്ടിലും യു ഓഫ് ടി മൈനസ് 2 ഇല്ല. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കാം. സോ 2t മൈനസ് ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ 2t മൈനസ് 4 വന്നു. ഇവിടെ മൈനസ് ഔട്ട് സൈഡ് പോയി. സോ പ്ലസ് 4 ആണ് ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് കോസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2t ഇതും പോയി മൈനസ് 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു കോസ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതാണ്. കോസ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് ടി ആണ്. കോസ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് ടി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് 2t മൈനസ് 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു കോസ് ടി എന്ന് കിട്ടി. വേറൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. അടുത്ത പ്രോബ്ലം ഇതാണ്. ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് e raised to minus s minus 3 e raised to minus 3s divided by s square. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 3 ഇ റൈസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ് വരുന്നത്. ഇപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം വരുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ്. സോ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റൈസ് ടു മൈനസ് 1s ഇൻറ്റു 1/s സ്ക്വയർ. ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ പ്രോപ്പർട്ടി ആയില്ലേ? ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. സോ എ ഈക്വൽ ടു എത്ര കിട്ടി? നമുക്ക് 1 കിട്ടി. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/s സ്ക്വയർ. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ആണ് അല്ലേ? എൽ ഓഫ് ടി. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ചിട്ട്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടി ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് ടി, ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലേ 1/s സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി കിട്ടി. പക്ഷെ ടി മൈനസ് എ ആണ് വേണ്ടത്. എയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ദിസ് ഇസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്ന് കിട്ടി. അടുത്തത് ഏതാണ്? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ് വേണ്ടത്. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു 1/s സ്ക്വയർ. റൈറ്റ്? 1/s സ്ക്വയർ. എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ എന്താണ്? എഫ് ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ആണ് വരുന്നത്. ഇവിടെ എ ഈക്വൽ ടു എന്ത് വന്നു? 3 ആണ്. സോ ടി മൈനസ് 3 ഇത് തന്നെയാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യുക. എഫ് ഓഫ് ടി മൈനസ് എ. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. ടി മൈനസ് 3 എന്ന് പറയുമ്പോൾ ടി മൈനസ് 3 വന്നു ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ that is equal to first termൻ്റെ ഇൻവേഴ്സ് എന്താണ്? ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. കോമൺ ടേംസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഒന്നും കൂടി ചെയ്യാം. ഫൈൻ ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 പ്ലസ് പൈ ഇ റൈസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 ബൈ
എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആണ്, പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് പൈ ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ അല്ലേ. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, ഓരോ ടേമും കണ്ടുപിടിക്കണം. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആണ്. ഇത് ഏതിൻ്റെയാണ്? കോസ് പൈ ടി ആണ് അല്ലേ. അപ്പോൾ ഇത് പറയുന്നതനുസരിച്ചിട്ട് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. എയുടെ പ്ലേസിൽ എത്രയാണെന്നല്ലേ? എസ് ബൈ 2 അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു ഇവിടെ 1/2 ആണ്. സോ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് പൈ ടി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ആണ്. അപ്പോൾ കോസ് പൈ ഓഫ് ടി മൈനസ് 1/2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2 വരും. സോ ദിസ് ഈസ് കോസ് പൈ ടി മൈനസ് പൈ ബൈ 2. ഇതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2 വരും. കോസ് പൈ ടി മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് പൈ ടി മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ പൈ ടി ആണ്. അപ്പം ഇത് വരുന്നത് സൈൻ പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2. ഇനി ഇതേപോലെ തന്നെ അടുത്ത ടേമും കൂടി കണ്ടുപിടിക്കണം. സോ എൽ ഇൻവേഴ്സ് ഓഫ് പൈ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആണ് സെക്കൻഡ് ടേം അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 എന്ന് എഴുതാം. പൈ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് വന്നു. പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? സൈൻ പൈ ടിയുടെ ആണ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് പൈ ബൈ കാണാലോ, പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആണ്. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ പൈ ടി ആണ്. ഇത് സൈൻ പൈ ടിയുടേതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താവും? എഫ് ഓഫ് നമുക്ക് വരുന്ന എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. പക്ഷേ ഇ റൈസ് ടു മൈനസ് എസ് ബൈ 2 ആണ് തന്നിട്ടുള്ളത്. അതായത് ഇ റൈസ് ടു മൈനസ് 1/2 എസ്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. സോ ദിസ് ഈസ് സൈൻ റൈറ്റ് സൈൻ പൈ ഇൻറ്റു നമ്മൾ എഴുതേണ്ടത് ടി മൈനസ് എ ആണ്. സോ ടി മൈനസ് 1/2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2 ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ പൈ ടി മൈനസ് പൈ ബൈ 2 റൈറ്റ്. സൈൻ പൈ ടി മൈനസ് പൈ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2 ആണ്. ബട്ട് നമുക്കറിയാം സൈൻ പൈ ടി മൈനസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ പൈ ബൈ 2 ആണ്, പൈ ടി ആണ്. ബിക്കോസ് സൈൻ തീറ്റ മൈനസ് പൈ ബൈ 2 എന്താണെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഇതില്ലേ സൈൻ എ കോസ് ബി, അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും മൈനസ് സൈൻ പൈ ടി ആണ്. സോ ദിസ് ഈസ് മൈനസ് സൈൻ പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2. രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോറി, ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് അല്ലേ അല്ലേ, പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട എസ് ആണ്, ഇവിടെ എസ് ആണ്. സോ ഇവിടെ 1 ആണ് വരുന്നത്. എഴുതുമ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കണം. ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ എഴുതുമ്പോൾ എസ് ബൈ 2 എഴുതി. അതുകൊണ്ടാണ് എ ഈക്വൽ ടു 1/2 എടുത്തത്. അപ്പോൾ എ ഈക്വൽ ടു നിങ്ങൾ 1 തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1 കിട്ടി. സൈൻ പൈ ടി മൈനസ് പൈ വരും. സോ സൈൻ പൈ ടി മൈനസ് പൈ എന്ന് പറഞ്ഞാലാണ് മൈനസ് സൈൻ പൈ ടി വരുന്നത്. ഇവിടെ എത്തുമ്പോഴാണ് എന്തെങ്ങനെ വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് തെറ്റ് മനസ്സിലായത്. അപ്പോൾ സൈൻ പൈ ടി മൈനസ് പൈ, സൈൻ പൈ ടി മൈനസ് പൈ ആണ് മൈനസ് സൈൻ പൈ ടി വരുന്നത് ഇൻറ്റു യു ഓഫ് ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എൽ ഇൻവേഴ്സ് ഓഫ്, അത് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഇതല്ലേ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു, നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ആദ്യത്തേത് എസ് ഇൻറ്റു ഇ റേസ് ടു
s/2/s² + π² ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? സൈൻ പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2. അടുത്തത് പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് പൈ ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് π² ആണ്. അതിൻ്റെ നമുക്ക് കിട്ടിയത് മൈനസ് സൈൻ പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പോൾ അതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. രണ്ടിലും സൈൻ പൈ ടി ഔട്ട് സൈഡ് എടുക്കാം, കോമൺ ടേം ആയതുകൊണ്ട്. സോ സൈൻ പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1/2 മൈനസ് യു ഓഫ് ടി മൈനസ് 1. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ഇൻവേഴ്സ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.